നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഐ.വി. ഉദ്യോഗസ്ഥയായ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് സുഗാന്തിന്റെ ഒരു പ്രതികരണം, അതുപോലെ തന്നെ അവസാനമായിട്ട് മേഘ വിളിച്ച ഒരു കോള് അല്ലെ, അങ്ങനത്തെ കുറച്ച് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ശരിക്കും സുഗാന്തിന്റെ ഒരു പ്രതികരണം ഇപ്പൊ വന്നിരിക്കുന്നത് എനിക്കും മരിക്കണം എന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നാണ് അല്ലെ പുറത്തു വന്നിരിക്കുന്നത്. പ്രതികരണം എന്ന് പറയാൻ ഈ മേഘ മരിച്ച ആത്മഹത്യ ചെയ്തതിനു ശേഷം സഞ്ചയന സമയത്ത് ഈ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഈ പറഞ്ഞ സുഗാന്ത് അവിടെ വീട്ടിലെത്തിയിരുന്നു. ആ സമയത്തൊക്കെ സുഗാന്ത് ഭയങ്കര നാടകമായിരുന്നു. അതായത് മേഘ മരിച്ചല്ലേ, കാരണം ഇവരുടെ ബന്ധമൊക്കെ സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നു. അപ്പൊ അത്രയ്ക്കും വൈകാരികപരമായിട്ടുള്ള ഒരു നാടകമൊക്കെയാണ് ഈ സുഗാന്ത് അവിടെ എടുത്തത്. എന്നിട്ട് പറയാണ് മേഘ ആത്മഹത്യ ചെയ്തല്ലേ, മേഘ മരിച്ചല്ലേ, ഞാനും ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഭയങ്കര ഒരു വലിയ തോതിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു അനുകമ്പ പിടിച്ചു പറ്റാൻ പ്രതിശ്രമം നടത്തുകയായിരുന്നു. മരണ വീട്ടിലായിരുന്നു അല്ലെ? അതെ. അപ്പൊ മരണ വീട്ടിൽ സുഗാന്ത് വന്നിരുന്നു. അതെ. അപ്പോൾ മേഘയുടെ പിതാവ് പറയുന്നത് പോലീസിന് വീഴ്ച പറ്റി അല്ലെ, പെട്ടെന്ന് ഇപ്പൊ ഒളിവിൽ പോയിരിക്കാണ് സുഗാന്ത്. മരണ ദിവസം ആ വീട്ടിൽ എത്തിയിരുന്ന സുഗാന്താണ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തുടക്കം മുതൽ തന്നെ സുഗാന്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അതെ, ഈ സുഗാന്ത് ആ ദിവസം സഞ്ചയന ദിവസം അവിടെ പോകുന്നു, നിർത്താതെ കരയുകയായിരുന്നു. അപ്പൊ ഇടയ്ക്കിടെ ഇയാൾ ആത്മഹത്യ പ്രവണതയൊക്കെ കാണിക്കും, താനും ജീവൻ ഒടുക്കുമെന്നൊക്കെ ഈ സഹപ്രവർത്തകരോട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എന്തായാലും സ്വാഭാവികമായിട്ട് ആ സമയത്തൊന്നും ആർക്കും അറിയില്ല ഇയാളെ ഒരു പിഴവ് കാരണമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടന്നത്. അപ്പൊ വൈകാരികമായിട്ടുള്ള ആ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഈ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ സുഗാന്തിനെ കൊണ്ട് ലീവ് എടുപ്പിക്കുകയാണ്. അവർ തന്നെ നിർബന്ധിച്ച് ലീവ് എടുപ്പിക്കുന്നു. പക്ഷെ ഈ ലീവ് എടുത്തതിന് ശേഷം രണ്ടാമത്തെ ദിവസമാണ് ഈ പറയുന്ന സുഗാന്ത് അവിടെ നിന്നും ഒളിവിൽ പോയിരിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് നാടകീയമായി സുഹൃത്തുക്കൾ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രതി അവിടെ നിന്ന് മുങ്ങുന്നത്. അപ്പോ നമുക്ക് തന്നെ അറിയാം ഈ മേഘയെ എത്രത്തോളം അയാള് വൈകാരികമായ പല കാര്യങ്ങളിലും വീഴ്ത്തി പണം വാങ്ങിയിരുന്നുവെന്നും അത്തരത്തിലുള്ള ഒരു ഏറ്റവും അവസാനം ഒന്നുമില്ലാതെ ഇനി മേഘയെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിവിട്ടപ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് ചെന്ന് വീണതുമൊക്കെ. അപ്പോൾ പലതരത്തിലും ഈ പ്രതി ഒരു ഒന്നൊന്നര നാടകം തന്നെ ഈ ഒരു ഫ്രോഡ് കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വീട്ടിലേക്ക് എത്തുന്നു, താനും ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയുന്നു, കരഞ്ഞ് സീനൊക്കെ ഉണ്ടാക്കുന്നു. പിന്നെ നേരെ ഇവരെന്ത് ചെയ്തു, ഈ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, നിർബന്ധിച്ച് ലീവ് എടുപ്പിക്കുന്നു. എന്നിട്ട് രണ്ടാമത്തെ ദിവസമായപ്പോ അപ്പൊ തന്നെ അമ്മയ്ക്കും അച്ഛനും ഒപ്പം അവിടെ നിന്ന് നാട് വിടുകയാണ്. ഈ പ്രതി ഇപ്പൊ എവിടെയാണെന്നോ അമ്മയും അച്ഛനും എവിടെയാണെന്നോ ഒന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്തായാലും ഇന്ന് പേട്ട പോലീസിനെ മേഘയുടെ പിതാവ് നേരിട്ട് പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ വീട്ടിലെത്തിയിരുന്നു. അപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നാലും പ്രതി എന്ന് പറയുന്ന ഈ ഒരാളെ വെറുതെ വിടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ എല്ലാ തരത്തിലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അപ്പോ അതായത് ഈ വിവാഹം എന്ന് പറയുന്ന ഒരു വാഗ്ദാനം നൽകിയാണ് പ്രതി എല്ലാ തരത്തിലും മേഘയെ ചൂഷണം ചെയ്തത്. വിവാഹം കഴിക്കാനായി വീട്ടിലെ പെയിന്റ് പണി പോലും ആ വീട്ടുകാരെ നടത്തിയിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ എല്ലാ തരത്തിലും ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് ആ വീട് ഒരുങ്ങിയിരുന്ന സമയത്താണ് വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. അപ്പൊ അത്രത്തോളം എന്താ പറയാ ചൂഷണം ചെയ്ത് മുങ്ങിയ സുഗാന്ത് ഇപ്പൊ ഒളിവിലിരുന്ന് ജാമ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുകയാണ്. പോലീസിന് അത്തരത്തിലുള്ള പല വിവരങ്ങളും കിട്ടി. അപ്പോ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ മേഘ ജയന്തി ജനത എക്സ്പ്രസിന് മുന്നിലാണ് ചാടി ജീവൻ ഒടുക്കിയത്. ആ സമയത്ത് ഒരു 8 മിനിറ്റ് കോള് വിളിക്കുന്നുണ്ട്. പലതും സെക്കൻഡ്സുകളുടെ വ്യത്യാസത്തിലാണ് ഈ കോളുകളൊക്കെ വിളിക്കുന്നത്. ആ സമയത്താണ് ഈ പല ഭിന്ന അഭിപ്രായങ്ങളിലൂടെയും ഈ സുഗാന്ത് മേഘയും കടന്നു പോവുകയായിട്ട് അവസാനം സൂയിസൈഡ് തെരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ബാങ്ക് രേഖകൾ അടക്കം നമുക്ക് നോക്കിയാൽ അറിയാം, പലതരത്തിലും മേഘയിൽ നിന്ന് ലക്ഷങ്ങളാണ് ഈ പ്രതി തട്ടിയെടുത്തിട്ടുള്ളത്. പണമില്ലാത്തൊരു വ്യക്തിയല്ല, നാട്ടിലൊക്കെ നല്ല ഹൈഫൈ ആൾക്കാരാണ്. കാരണം ബിസിനസ് ഉണ്ട്, റിട്ടയർഡ് അധ്യാപികയുടെ മകനാണ്, പിതാവും അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും സാമ്പത്തികമായി ഉന്നമതിയിൽ നിൽക്കുന്ന ആളുകളാണ്. എന്നിട്ട് പോലും ഈ പറയുന്ന തരത്തില് ചൂഷണം ചെയ്ത് പെൺകുട്ടിയെ കബളിപ്പിച്ച് വിവാഹ വാഗ്ദാനം കൊടുത്ത് ഒക്കെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുക. അതെ അതെ, മാത്രമല്ല ഈ മേഘയുടെ ഫോണിലേക്ക് വന്ന ലാസ്റ്റ് മേഘ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്ന ഒരു കോളിനെ പറ്റിയുള്ള വിവരങ്ങൾ അത് ഈ സുഗാന്തിനെ തന്നെയാണ് വിളിച്ച് സംസാരിക്കുന്നതെന്ന് പിതാവ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അമ്മയെ വിളിച്ചിരുന്നു, അങ്ങനെ അമ്മയെ വിളിച്ചത് മേഘയാണ്. ഏറ്റവും അവസാനമായിട്ട് അമ്മയെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴൊന്നും ഈ പറഞ്ഞ സങ്കടമുള്ള ഒരു തരത്തിലൊന്നും അല്ല മകൾ സംസാരിച്ചത്. വളരെ നോർമൽ ആയിട്ടുള്ള ബിഹേവ് ചെയ്തിട്ട് തന്നെയാണ് മകൾ സംസാരിച്ചത്. അപ്പൊ അത്തരത്തില് ആത്മഹത്യയുടെ ഒരു ചെറിയ ഒരു
സൂചന പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ വീട്ടുകാർക്കും വീഴ്ച സംഭവിച്ചു എന്നാണ്. അത് നമുക്കിപ്പോ അവരെ കുറ്റപ്പെടുത്തേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും മകൾക്ക് അല്ലെങ്കിൽ മകൾക്ക് ഇത്രയധികം വിഷമമുണ്ട്, അല്ലെങ്കിൽ മകൾ ഇത്രയും വലിയൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ മകളെ ഒരാൾ ചൂഷണം ചെയ്യുകയാണ്, മകളെ ഒരാൾ ദുരുപയോഗം ചെയ്യുകയാണ്, അത് വീട്ടുകാർ അറിഞ്ഞില്ല എന്നത് അതൊരു തെറ്റ് തന്നെയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ശരിക്കും ആ വീട്ടുകാരെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെയുള്ള ഏകൊരു മകളാണ്. മകളുടെ അഭിപ്രായത്തിന് എതിരെ അവർ പറഞ്ഞിട്ടില്ല. അവർ നോക്കുമ്പോൾ ഐബിൽ തന്നെയാണ് ജോലി, മകൾക്ക് ഇഷ്ടമാണ്, അയാൾക്കും ഇഷ്ടമാണ്, കല്യാണം നടത്താമെന്ന് പറഞ്ഞു, ലാൻഡ് ഫോൺ വഴി കോൾ ചെയ്യുന്നു, വിവാഹം നടത്താം. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടു പോകണം, IAS ജോലിയൊക്കെ ലഭിച്ചതിന് ശേഷം മതി കല്യാണം എന്നൊക്കെ പറയുന്നു. അപ്പോ ഉടൻ തന്നെ കല്യാണം, അങ്ങനെ ജോലിയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീടൊക്കെ അലങ്കരിക്കാൻ തുടങ്ങിയാണ്. വിവാഹത്തിന് വേണ്ടിയിട്ട് ആ വീട്ടുകാർ ഒരുക്കമായിരുന്നു. അപ്പൊ എല്ലാ തരത്തിലും ഒരുങ്ങിയ ഒരു കുടുംബത്തെ വിവാഹ വാഗ്ദാനം നൽകിയ ആ കുടുംബത്തെ മുഴുവനായി കബളിപ്പിക്കുകയായിരുന്നു. ഇതിൽ പ്രതികളെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന സുഗാന്തിന്റെ അച്ഛനെയും അമ്മയും പറയാം. കാരണം അവരും ഇത്തരത്തിൽ അവർക്കൊരു വാഗ്ദാനം കൊടുക്കുകയാണ്, നമുക്ക് വിവാഹം കഴിപ്പിക്കാം, കുറച്ച് സമയം വേണം എന്നൊക്കെ അവരും പറയുന്നുണ്ട്. എന്തായിരുന്നാലും മകൻ എന്ന് പറയുന്ന ഈ പ്രതി എന്ന് പറയുന്ന ഈ സുഗാന്തിനെ ഇപ്പൊ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് അവരും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ എല്ലാ തരത്തിലും തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നു, ഒളിവിൽ പോകുന്നു, ജാമ്യത്തിന് വേണ്ടിയിട്ട് നോക്കുന്നു. അപ്പൊ പ്രതിയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സേഫ് ആക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നത് മേഘയുടെ കുടുംബത്തിനാണ്. നമ്മൾ അവിടെ നോക്കണം, എല്ലാം ഉണ്ടായിട്ട് പോലും അത്യാർത്തി കൊണ്ട് പണത്തെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള അത്യാർത്തി കാരണം ആ കുടുംബത്തിനെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് അവിടെ. അതെ, തീർച്ചയായിട്ടും. അപ്പോ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഫോൺ കോള് അല്ലെങ്കിൽ സുഗാന്തിനെ പിടികൂടിയാൽ മാത്രം അറിയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യു പി ഐ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് എല്ലാ തരത്തിലും. അതായത് ഒരു കുപ്പി വെള്ളം വാങ്ങിക്കണമെങ്കിൽ പോലും അതൊക്കെ മേഘയുടെ പണം ഉപയോഗിച്ചാണ് ഈ പ്രതി വാങ്ങിച്ചിരുന്നത്. ജന്മദിനത്തിന് കേക്ക് വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലായിരുന്നു മേഘയുടെ ജന്മദിനം ആഘോഷിക്കാൻ പോലും, കേക്ക് വാങ്ങാൻ പോലും പണമില്ലാത്ത ഒരു അവസ്ഥയാണ്. നോക്കണം, IB ഉദ്യോഗസ്ഥയാണ്, മാസം 1 ലക്ഷത്തിനടുത്ത് ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു പിറന്നാൾ ആഘോഷിക്കാൻ പോലും, കേക്ക് വാങ്ങിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ മേഘയെ അയാളുടെ പരിധിയിൽ കൊണ്ടുവരികയായിരുന്നു അല്ലെ? സാമ്പത്തികപരമായിട്ടും ഒക്കെ അയാളുടെ പരിധിയിൽ അവളെ നിർത്തുകയായിരുന്നു. അവളെ പലവട്ടമാണ് ഇവർ ഒരുമിച്ച് യാത്രകൾ ചെയ്തിട്ടുള്ളത്. ചെന്നൈയിലായിക്കോട്ടെ, എറണാകുളത്തായിക്കോട്ടെ, പലപ്പോഴും എറണാകുളത്ത് കൊണ്ടുപോയത് ഈ പിതാവ് തന്നെ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ എറണാകുളത്ത് മേഘയെ കൊണ്ടുപോകേണ്ട ആവശ്യം? അപ്പോ അത്തരത്തിൽ എന്തെങ്കിലും വേറെ തരത്തിലുള്ള ചൂഷണങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോ ഈ ഫോണിൽ സംസാരിച്ചിട്ടുള്ളത് സുകേഷ് ആണെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. കാരണം ഇനി ആ ഫോൺ കിട്ടിയാൽ മാത്രമേ അത്തരത്തിൽ ആ ഫോണിൽ എന്തെങ്കിലും തരത്തിൽ ഈ മേഘയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലും ആ ഫോണിൽ തെളിവുകൾ ഉണ്ടോ എന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരു പെൺകുട്ടിയെ എങ്ങനെയൊക്കെ മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്താമോ അത്തരത്തിലൊക്കെ സമ്മർദ്ദത്തിലാക്കി സന്തോഷം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സുഗാന്ത് എന്ന് പറയുന്ന ഈ 32-കാരൻ. മേഘയെ പ്രണയചതിയിൽ വീഴ്ത്തി ആ സ്നേഹത്തിന്റെ പേര് അവളുടെ ശമ്പളവും കാറും സർവ്വസമ്പാദ്യവും ഒക്കെ എല്ലാം ഇയാള് കവർന്നെടുത്ത അവസാനം ഒരു പാഴ് വസ്തു പോലെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞപ്പോഴാണ് ആ പെൺകുട്ടിയുടെ ഹൃദയം മൊത്തത്തിൽ എന്താ ഇനി വേണ്ട, ഇനി ഒരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തില് സൂയിസൈഡ് ചെയ്ത ഒരു രീതിക്ക് പോകുന്നത്. അയാളോടുള്ള ഒരു പ്രതികാരം അല്ലെ, അയാൾക്കുള്ള ഒരു മറുപടി എന്ന രീതി. അത് പ്രതികാരം എന്ന് പറയാൻ കഴിയില്ല. ഇത് അങ്ങനെ പ്രതികാരം ചെയ്യണമെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പ്രതികാരം ചെയ്യണമായിരുന്നു. അതായത് മേഘ തന്നെ ഇല്ലാതാക്കി, മേഘ തന്നെ സ്വന്തമായിട്ട് ആ മരണത്തെ തെരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇത്രയും വിശ്വാസവഞ്ചന സംഭവിച്ചു, ഇത്രയും തകർന്നു. അപ്പൊ ആ നിമിഷത്തെ ആ കുട്ടി ചെയ്തു പോയതാണ് അല്ലെ. അപ്പൊ ഇതിന് മരണം തിരഞ്ഞെടുത്തുവെങ്കിൽ പോലും അതിന് നയിക്കപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരാളുണ്ട്, ഒരു ആത്മഹത്യ പ്രേരണ ചെയ്ത ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി നിയമപരമായി ശിക്ഷിക്കപ്പെടാൻ തന്നെ വേണം അല്ലെ. അതെ, അത് മാത്രമല്ല ഈ സുഗാന്തിന്റെ പഴയ ഫേസ്ബുക്ക് ID ഒക്കെ ഇപ്പം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഫേസ്ബുക്ക് ID-യിലൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഹൃത്ത് വലയം ഒക്കെ വലിയ ആളുകളൊക്കെയാണ് ആ അക്കൗണ്ടിൽ ഉള്ളതെന്നാണ്. അപ്പോൾ മേഘ പ്രണയത്തിൽ ചതിയിൽപ്പെടുത്തി മറ്റൊരു പെൺകുട്ടിയെ കൂടി ഇയാള് പ്രണയത്തിലാക്കി, ആ പെൺകുട്ടിയുമായുള്ള ബന്ധം തുടരാനായി മേഘയെ കരുവാക്കി പണം തട്ടി എന്നൊക്കെയാണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത്.
അപ്പോൾ എന്ത് തരത്തിലുള്ള മറ്റു പല ചൂഷണങ്ങൾക്ക് വിധേയയായിട്ടുണ്ട് മേഘ. മേഘ ഇത്തരത്തിൽ മരണം സ്വന്തമായിട്ട് വഹിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അതിശക്തമായ ഒരു കാരണം തന്നെ ഇതിൽ കാണും. പണം മാത്രമല്ല, മറ്റു പലതരത്തിലുള്ള പല ശക്തമായ കാരണങ്ങൾ കാണും. ഇയാൾ എന്തുകൊണ്ട് ഒളിവിൽ പോയി, ഇയാള് ഇതിൽ പ്രതിയല്ല അല്ലെങ്കിൽ താൻ കുറ്റക്കാരനല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വരേണ്ട ആളാണ്, എന്തുകൊണ്ട് അത്തരത്തിൽ വരാൻ തയ്യാറാകുന്നില്ല, ഈ കുടുംബം മുഴുവനായിട്ട് എന്തുകൊണ്ട് ഒളിവിൽ കഴിയുന്നു, ഇതൊക്കെ വലിയൊരു പ്രസക്തമായ ചോദ്യമാണ്. എന്തായിരുന്നാലും ഉടൻ തന്നെ അന്വേഷണ സംഘത്തിന് ഇയാളെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഇടങ്ങളിലും പോലീസ് വലവിരിച്ചു കഴിഞ്ഞു. ഇയാളെ ലീവ് അവധി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇയാൾ ചിലപ്പോൾ ജോലിയിൽ പ്രവേശിച്ചാൽ അവിടെ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പോലീസിന്റേതായിട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കുകയാണ്. വരും മണിക്കൂറിൽ ഇത് സംബന്ധിച്ച കൂടുതൽ റിപ്പോർട്ടുകൾ എന്തായാലും പുറത്തുവരും.